നമസ്കാരം. ജന്മഭൂമി 2 മിനിറ്റ്സിലേക്ക് സ്വാഗതം. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങിനായി പുത്തരിക്കണ്ടത്ത് വീണ്ടും പൊൻകതിരുകൾ വിളയുന്നു. നഗരത്തിന്റെ പാരമ്പര്യവും ആചാരങ്ങളും വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി പുത്തരിക്കണ്ടത്തെ കൃഷിയിടത്തിൽ നിന്നും കൊയ്തെടുക്കുന്ന നെൽക്കതിരുകൾ മേയർ വി രാജേഷ് തലയിൽ ചുമന്ന ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്ന ചടങ്ങ് ഇന്ന് നടക്കും. ഒരു കാലത്ത് ശ്രീ പത്മനാഭ സ്വാമിയുടെ നിറപുത്തരി ചടങ്ങിനായും പൊൻവിളവ് സമ്മാനിച്ചിരുന്നത് പുത്തരിക്കണ്ടമായിരുന്നു. അന്നത്തെ മേയർമാർ ഇവിടെ നിന്നും നെൽക്കതിരുകൾ തലയിൽ ചുമന്ന് ക്ഷേത്രത്തിൽ എത്തിക്കുന്നതായിരുന്നു ആചാരം. എന്നാൽ കാലക്രമേണ ഈ രീതി നിലയ്ക്കുകയും നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന നെൽക്കതിരുകൾ കിഴക്കേ നടയിൽ വെച്ച് മേയർ ഭരണസമിതിക്ക് കൈമാറുന്ന രീതിയിലേക്ക് ചുരുങ്ങുകയും ചെയ്തിരുന്നു. ചരിത്രപരമായ ഈ അപര്യാപ്തതയ്ക്കാണ് BJP നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി ഇപ്പോൾ പരിഹാരം കണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വേളയിൽ BJP സിറ്റി ജില്ലാ അധ്യക്ഷനും ക്ഷേത്ര ഭരണസമിതിയിലെ കേന്ദ്ര സർക്കാർ പ്രതിനിധിയുമായ കരമന ജയൻ നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഈ പൗരാണിക ആചാരത്തിന്റെ പുനരുജ്ജീവനം. BJPക്ക് മേയർ സ്ഥാനം ലഭിച്ചാൽ നിറപുത്തിരിക്കുള്ള കതിർ സമർപ്പണ ചടങ്ങ് പൗരാണിക രീതിയിൽ പുനഃസ്ഥാപിക്കും എന്നായിരുന്നു പ്രഖ്യാപനം. 5 പതിറ്റാണ്ടോളം നീണ്ട ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയ BJP നേതൃത്വത്തിലുള്ള ഭരണസമിതി ചരിത്രത്തിന് വീണ്ടും ജീവൻ നൽകാൻ തയ്യാറെടുക്കുന്നു. ഭരണസമിതി നടത്തിയ ആത്മാർത്ഥമായ ശ്രമത്തിന്റെ ഫലമായി പുത്തരിക്കണ്ടത്ത് വീണ്ടും ഞാറ് നട്ട് പുത്തരി കൃഷിക്ക് തുടക്കമിട്ടു. ഇന്ന് രാവിലെ 10:30 പുത്തരിക്കണ്ടത്ത് നടക്കുന്ന കൊയ്ത്തുത്സവത്തിന് ശേഷം വൈകിട്ടോടെ നെൽക്കതിരുകൾ മേയർ വി രാജേഷ് തലയിൽ ചുമന്ന് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കും. വൈകിട്ട് 3:30 കിഴക്കേ ഗോപുര നടയിൽ ക്ഷേത്രം അധികൃതർ കതിരുകൾ ഏറ്റുവാങ്ങുന്നു. തുടർന്ന് പത്മതീർത്ഥക്കരയിലെ അലങ്കരിച്ച മണ്ഡപത്തിൽ സ്ഥാപിക്കുന്ന കതിരുകൾ വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് എഴുന്നള്ളിക്കും. ക്ഷേത്രത്തിൽ എത്തിക്കുന്ന നെൽക്കതിരുകൾ പ്രധാന പൂജാരി പത്മതീർത്ഥക്കുളത്തിലെ വെള്ളത്തിൽ കഴുകി ശുദ്ധീകരിക്കും. അഭിശ്രവണ മണ്ഡപത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം ശ്രീ പത്മനാഭ സ്വാമിയുടെയും ഉപദേവന്മാരുടെയും ശ്രീകോവിലുകളിൽ കതിരുകൾ സമർപ്പിക്കും. പുതിയ നെല്ലിൽ നിന്നുള്ള അവിൽ നിവേദ്യവും പാൽപായസവും ഭഗവാന് സമർപ്പിച്ച ശേഷം പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്കും ജീവനക്കാർക്കും പ്രസാദമായി വിതരണം ചെയ്യും. തലമുറകളായി കൈമാറി വന്ന വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ഈ പുനരുജ്ജീവനം തലസ്ഥാനവാസികൾക്കേറെ അഭിമാനകരമായ മുഹൂർത്തമായി മാറിയിരിക്കുകയാണ്.